ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഉദയഭാനും ശ്രീകലയും കൂടെ ദേവി ഗർഭിണിയാണെന്ന് അറിയിക്കാനായിട്ട് ദേവാമംഗലത്തേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ അവിടെ വരുന്ന ആരോട് പറയുന്നതിന് മുന്നേ തന്നെ ലഡ്ഡുവൊക്കെ വിതരണം ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതേ സമയം രാമേട്ടൻ നമ്മുടെ ബാലനോടും പറയുന്നുണ്ട്, ഉദയഭാനിൻ്റെ കള്ളത്തരങ്ങൾ, ചതിയും വഞ്ചനയും ഒക്കെ ഇനി ആരോടും മറച്ചു വെക്കരുത്. ഗോമതി വിഷമിക്കും, അല്ലെങ്കിൽ ആനന്ദ് വിഷമിക്കും എന്നൊക്കെയുള്ള ചിന്തയും കൊണ്ട് നടക്കാതെ എല്ലാ കാര്യങ്ങളും വീട്ടിൽ പോയി തുറന്നു പറ, ഇല്ലെങ്കിൽ അവനും അവൻ്റെ ബന്ധുക്കളും കൂടെ നിൻ്റെ വീടങ്ങ് ഭരിക്കാൻ തുടങ്ങും എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് ബാലൻ തീരുമാനിക്കുന്നുണ്ട്, അവനെ അങ്ങനെ അങ്ങ് എൻ്റെ കുടുംബത്തിനകത്ത് കയറ്റാണ് ഞാനിനി തീരുമാനിച്ചിട്ടില്ല. സത്യം എല്ലാവരും അറിയണം. പക്ഷേ ഇതിന് കൂടുതലും ഉത്തരവാദിത്തം എനിക്കായിപ്പോയി. കാരണം ഞാനാണല്ലോ ആനന്ദിൻ്റെ വിവാഹത്തിന് വേണ്ടിയിട്ട് ഇത്ര നിർബന്ധം പിടിച്ച് ഇയാളുടെ മകളെ ആലോചിച്ചത്. പാവം എൻ്റെ ആനന്ദാണ് ഇതിൽ പെട്ടുപോയത്. അവൻ വിഷമിക്കാണ്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ മിണ്ടാണ്ടിരിക്കുന്നത്. പക്ഷെ അത് പറ്റത്തില്ല ബാല, നീ അത് തുറന്ന് പറയണമെന്ന് പറയാം. അങ്ങനെ രാമേട്ടൻ്റെ വാക്ക് കേട്ട് എന്തായാലും ഇന്ന് തന്നെ കാര്യങ്ങൾ വീട്ടിൽ അവതരിപ്പിക്കണമെന്ന് പറഞ്ഞ് നേരെ വരുവാണ്. അതേപോലെ തന്നെ ആനന്ദും അവിടെ ഇരുന്ന് ചിന്തിക്കുന്നുണ്ട്, എത്രമാത്രം സ്നേഹിച്ചതാ ദേവീനെ. പക്ഷേ ദേവി എന്നെ ശരിക്കും പറഞ്ഞാൽ ചതിക്കുകയും വഞ്ചിക്കുകയാണല്ലോ അവൾ ചെയ്തത്. ഇത്രത്തോളം കള്ളത്തരങ്ങൾ പറഞ്ഞ് എന്തിനായിരുന്നു ഈ വിവാഹം നടത്തേണ്ട ആവശ്യം? അവർക്ക് തുറന്നു പറഞ്ഞു തരാൻ ചെയ്തുകൂടായിരുന്നോ? എന്നിട്ട് ഞാനെല്ലാം വിശ്വസിച്ചു. എൻ്റെ അച്ഛനും അമ്മയും ഒക്കെ പറ്റിച്ചു. അച്ഛനെ ആദ്യമായിട്ട് കണ്ടത് മുതൽ ഇന്ന് വരെയും അവർ കബളിപ്പിച്ചു തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഞാനിത് ഇവരൊക്കെ വിഷമിക്കുമെന്നും പറഞ്ഞ് തുറന്നു പറയാതിരുന്നാൽ ശരിയാവത്തില്ല. ഇനിയെങ്കിലും എല്ലാവരോടും തുറന്നു പറഞ്ഞേ പറ്റുള്ളൂ എന്ന് സ്വയം തീരുമാനിക്കുക കേട്ടോ. എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇനി തുറന്നു പറഞ്ഞില്ലെങ്കിൽ ദേവിയെ എല്ലാവരും കൂടി എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നടക്കുന്നത് കാണേണ്ടി വരും. അത് വേണ്ട, അവളുടെ കള്ളത്തരങ്ങൾ അറിയട്ടെ എല്ലാവരും. അതുകൊണ്ട് ആനന്ദ് തീരുമാനിക്കുന്നുണ്ട് വീട്ടിലെല്ലാവരോടും പറഞ്ഞു. അങ്ങനെ ആനന്ദ് ഹാളിലേക്ക് വരുവാണ്. ഇതേ സമയം തന്നെ ബാലനും വീട്ടിലേക്ക് വരുവാണ് എല്ലാവരോടും പറയാനായിട്ട്. അപ്പം നമ്മുടെ ഉദയഭാനും ശ്രീകലയും അവിടെ വന്നിപ്പുണ്ടല്ലോ. ആകാംക്ഷയായിട്ട് നിൽക്കുകയാണ്, ഇവരെന്തിനാണ് ലഡ്ഡു തരുന്നത്? ദേവിക്ക് എന്തോ അസുഖമാണെന്ന് പറഞ്ഞു. എന്താണെന്നൊന്നും മനസ്സിലായിട്ടില്ല. അവസാനം ഉദയഭാനു പറയുന്നുണ്ട്, ഇനി ഞാൻ മറച്ചു വെക്കുന്നില്ല, ദേവിയുടെ കാര്യങ്ങളൊക്കെ ഞാൻ തുറന്ന് പറഞ്ഞേക്കാമെന്നും പറയാം. അപ്പോൾ ബാലൻ വന്ന് പറയാണ്, ശരിയാണ്, പറയണം, എല്ലാ കാര്യങ്ങളും തുറന്ന് പറയണം. അതിനായിട്ടാണല്ലോ നിങ്ങൾ വന്നതല്ലേ. പക്ഷേ നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയുമെന്ന് പറയാം. അപ്പോൾ തന്നെ പെട്ടെന്ന് ഉദയഭാനുവും അന്തം വിട്ടു പോകാട്ടോ. കാരണം ഇവർ മാത്രം അറിഞ്ഞൊരു കാര്യം ബാലൻ എങ്ങനെ അറിഞ്ഞു ദേവി ഗർഭിണിയാണെന്ന്? ഇനി അതല്ല പറയുന്നത്, വേറെ കാര്യം പറയാനാണ് വരുന്നതെന്ന് ഉദയഭാനു മനസ്സിലാക്കണില്ല. അവസാനം ആനന്ദും അങ്ങോട്ട് വരുവാട്ടോ. അങ്ങനെ ആനന്ദും വിചാരിക്കുന്നുണ്ട്, അച്ഛൻ എന്താ പറയാൻ പോകുന്നത്, അത് കേട്ടതിന് ശേഷം എനിക്ക് പറയാനുള്ള പറയാം എന്ന് പറഞ്ഞ് ആനന്ദ് അങ്ങനെ നിൽക്കുക. പക്ഷേ ബാലൻ പറയുന്നുണ്ട്, ഉദയഭാനു സാറിൻ്റെ ചില കാര്യങ്ങളാണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറയുക. പക്ഷേ ശരിക്കും പറഞ്ഞാൽ ഉദയഭാനുവും ശ്രീകലയും കൂടെ ദേവി ഗർഭിണിയാണെന്നുള്ള കാര്യം തന്നെയാണ് പറയണത്. ബാലനും ആനന്ദിനും സത്യാവസ്ഥ തുറന്ന് പറയാൻ പറ്റുന്നില്ല കേട്ടോ. അതായിരിക്കാം മിക്കവാറും നാളെ പ്രൊമോയിൽ ഇങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്